ലോകത്തെ മാറ്റിമറിച്ച ഒരുവിധം എല്ലാ പ്രതിഭാശാലികളും ഒരേ തിങ്കിങ് മെത്തേഡാണ് യൂസ് ചെയ്തത് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളിൽ എത്ര പേർ വിശ്വസിക്കും? അതിപ്പോൾ അരിസ്റ്റോട്ടിൽ ആയാലും ഐൻസ്റ്റീൻ ആയാലും എലോൺ മസ്ക് ആയാലും അവരെല്ലാം യൂസ് ചെയ്തിരിക്കുന്ന തിങ്കിങ് മെത്തേഡ് സെയിം ആണ്. ആ ഒരു തിങ്കിങ് മെത്തേഡിനെയാണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ തിങ്കിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് പ്രിൻസിപ്പിൾ തിങ്കിങ്ങിനെ പറ്റിയാണ്. നിങ്ങൾ ഈ ഒരു വീഡിയോ പൂർണ്ണമായും വാച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങളും ഫസ്റ്റ് പ്രിൻസിപ്പിൾ തിങ്കിങ് ഉപയോഗിച്ച് ഡെയിലി പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പഠിക്കുന്നതായിരിക്കും. ഫസ്റ്റ് പ്രിൻസിപ്പിൾ തിങ്കിങ് എന്താണ് എന്ന് പറയുന്നതിന് മുമ്പായി ഇലോൺ മസ്ക് എങ്ങനെയാണ് തൻ്റെ ജീവിതത്തിൽ ഈ ഒരു ഫസ്റ്റ് പ്രിൻസിപ്പിൾ തിങ്കിങ് യൂസ് ചെയ്തത് എന്നത് അദ്ദേഹത്തിൻ്റെ ലൈഫിലുണ്ടായ ഒരു ഇൻസിഡൻറ്റിലൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. 2021 ഇലോൺ മസ്ക് തൻ്റെ കമ്പനിയായിട്ടുള്ള X.com മറ്റൊരു കമ്പനിക്ക് സെല്ല് ചെയ്യുകയും അതിലൂടെ അദ്ദേഹം ഒരു മൾട്ടി മില്യണറായി മാറുകയും ചെയ്തിരുന്നു. ഇലോൺ മസ്കിന്റെ കുട്ടിക്കാലം മുതലുള്ള സ്വപ്നമായിരുന്നു അദ്ദേഹത്തിന് ചൊവ്വയിലേക്ക് പോകണമെന്നും ചൊവ്വയെ ഭൂമി പോലെ തന്നെ ഒരു മനുഷ്യവാസയോഗ്യമായ ഒരു ഗ്രഹമായിട്ട് മാറ്റണമെന്നും. തന്റെ സ്വപ്നത്തിലേക്കുള്ള ആദ്യ ചുവടെന്ന നിലയിൽ അദ്ദേഹം ഒരു പ്രോജക്റ്റ് ആരംഭിച്ചു. ആ ഒരു പ്രോജക്റ്റിന്റെ പേരായിരുന്നു മാർസ് ഒയാസിസ്. ആ ഒരു പ്രോജക്റ്റിന്റെ പർപ്പസ് എന്തെന്ന് വെച്ചാൽ ചൊവ്വ ഗ്രഹത്തിൽ ഒരു ഗ്രീൻ ഹൗസ് സ്ഥാപിക്കുക എന്നതായിരുന്നു. ആ ഒരു പ്രോജക്റ്റിന്റെ ഭാഗമായി ഇലോൺ മസ്കിന് കുറച്ച് റോക്കറ്റ്സിന്റെ ആവശ്യം വന്നു. റോക്കറ്റ്സ് വാങ്ങുന്നതിനായി ഇലോൺ മസ്ക് റഷ്യൻസിനെ സമീപിച്ചു. എന്നാൽ റഷ്യൻസിൽ നിന്ന് ഇലോൺ മസ്കിന് അത്ര നല്ല സ്വീകരണമല്ല ലഭിച്ചത്. അവരൊരു മിസൈലിന് ഏകദേശം $20 മില്യൺ ആവശ്യപ്പെട്ടത്. അതായത് 150 കോടി രൂപയോളം വരും. ഇലോൺ മസ്കിനെ സംബന്ധിച്ചിടത്തോളം അന്ന് അത് വളരെ എക്സ്പെൻസീവ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് റഷ്യയിൽ നിന്ന് നിരാശനായി തിരിച്ചു മടങ്ങേണ്ടി വന്നു. സാധാരണയായി ഇത്തരമൊരു സാഹചര്യം ഫേസ് ചെയ്യുമ്പോൾ ഒട്ടുമിക്ക എല്ലാവരും തോറ്റു പിന്മാറുകയാണ് പതിവ്. എന്നാൽ ഇലോൺ മസ്ക് അങ്ങനെയല്ലായിരുന്നു. അദ്ദേഹം ഫസ്റ്റ് പ്രിൻസിപ്പിൾ തിങ്കിങ് യൂസ് ചെയ്ത് ഈ ഒരു പ്രോബ്ലത്തെ സോൾവ് ചെയ്തു. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പേ ഈ ഫസ്റ്റ് പ്രിൻസിപ്പിൾ തിങ്കിങ് എന്താണ് എന്നതിനെ പറ്റി ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നതിനായി നമ്മൾ സാധാരണയായി യൂസ് ചെയ്യുന്നത് അനാലജി ബേസ്ഡ് തിങ്കിങ് ആയിരിക്കും. അപ്പോൾ എന്താണ് ഈ ഒരു അനാലജി ബേസ്ഡ് തിങ്കിങ് എന്ന് പറയുന്നത്? നമ്മളൊരു പ്രോബ്ലം ഫേസ് ചെയ്യുമ്പോൾ അതിന് എക്സിസ്റ്റിംഗ് സൊല്യൂഷൻ സീക്ക് ചെയ്യുന്നതാണെന്ത് അനാലജി ബേസ്ഡ് തിങ്കിങ്. അത് വളരെ ഫാസ്റ്റ് ആയിരിക്കും, നമുക്ക് പെട്ടെന്നൊരു സൊല്യൂഷൻ കിട്ടുകയും ചെയ്യും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ മസ്കിന്റെ കേസിൽ തന്നെ അദ്ദേഹത്തിന് മിസൈൽസിന്റെ ആവശ്യം വന്നു. അതിന് അദ്ദേഹം അനാലജി ബേസ്ഡ് ആയിട്ടുള്ള തിങ്കിങ് ആണ് യൂസ് ചെയ്തത്. അപ്പോൾ അനാലജി ബേസ്ഡ് തിങ്കിങ് എന്താണ് പറയുന്നത്? മിസൈൽസ് ഉള്ള ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് എന്ത് ചെയ്യുക, മിസൈൽ വാങ്ങുക, അതാണ് അതിനുള്ള സൊല്യൂഷൻ. ഓക്കെ, അപ്പോൾ അതാണെന്ത് അനാലജി ബേസ്ഡ് തിങ്കിങ്. ഫസ്റ്റ് പ്രിൻസിപ്പിൾ തിങ്കിങ് ഉപയോഗിച്ച് ഒരു പ്രോബ്ലത്തെ സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ആ ഒരു പ്രോബ്ലത്തെ അനലൈസ് ചെയ്യുന്നു. പ്രോബ്ലത്തെ അനലൈസ് ചെയ്തതിനു ശേഷം ആ ഒരു പ്രോബ്ലത്തിന്റെ ബേസിക് ട്രൂത്ത് അല്ലെങ്കിൽ റൂട്ട് കാസ് അല്ലെങ്കിൽ അതിന്റെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്താണെന്ന് മനസ്സിലാക്കുന്നു. ആ ഒരു ഫസ്റ്റ് പ്രിൻസിപ്പിൾ മനസ്സിലാക്കിയതിനു ശേഷം ആ ഒരു ബേസിക് ട്രൂത്ത് ഉപയോഗിച്ച് ആ ഒരു പ്രോബ്ലത്തിന് വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ബിൽഡ് ചെയ്തെടുക്കുന്നു. ഇതാണെന്ത് ഫസ്റ്റ് പ്രിൻസിപ്പിൾ തിങ്കിങ് എന്ന് പറയുന്നത്. ഇനി എലോൺ മസ്ക് എങ്ങനെയാണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ തിങ്കിങ് യൂസ് ചെയ്തത് എന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇലോൺ മസ്ക് ചിന്തിച്ചു, ബേസിക്കലി എന്താണ് ഒരു റോക്കറ്റ് എന്ന് വെച്ചാൽ? റോക്കറ്റ് എന്നാൽ ടൈറ്റാനിയം, കാർബൺ ഫൈബർ, കോപ്പർ എന്നിങ്ങനെ കുറേ മെറ്റീരിയൽസും പിന്നെ കുറച്ച് ഇലക്ട്രോണിക് കമ്പോണൻസും ചേർന്നൊരു സ്ട്രക്ചറാണ് ബേസിക്കലി ഒരു റോക്കറ്റ്. അപ്പോൾ അദ്ദേഹം ചിന്തിച്ചു, അപ്പോൾ ഈ മെറ്റീരിയൽസ് എല്ലാം ഞാൻ ബൈ ചെയ്തതിന് ശേഷം കുറച്ച് റോക്കറ്റ് എഞ്ചിനീയേഴ്സിനെയും ഞാൻ ഹയർ ചെയ്താൽ എനിക്ക് സ്വന്തമായിട്ട് ഒരു റോക്കറ്റ് ബിൽഡ് ചെയ്യാൻ സാധിക്കുമോ? അങ്ങനെ ഒരു റോക്കറ്റ് ബിൽഡ് ചെയ്യുകയാണെങ്കിൽ തന്നെ അതിന് എത്ര രൂപ കോസ്റ്റ് വരും? അദ്ദേഹം ആ ഒരു റോക്കറ്റിന്റെ ബിൽഡ് ചെയ്യുന്നതിന് വരുന്ന കോസ്റ്റ് എത്രയാണെന്നുള്ളത് അദ്ദേഹം എസ്റ്റിമേറ്റ് ചെയ്തു. അദ്ദേഹം അത് എസ്റ്റിമേറ്റ് ചെയ്തപ്പോഴാണ് അദ്ദേഹത്തിന് ആ ഒരു സത്യം മനസ്സിലായത്. അതായത് ഒരു റോക്കറ്റ് ബിൽഡ് ചെയ്യുന്നതിനുള്ള കോസ്റ്റ് എന്ന് വെച്ചാൽ റഷ്യൻസ് കോട്ട് ചെയ്ത പ്രൈസിന്റെ 2% താഴെ വരുന്നുള്ളൂ. ഇതേ തുടർന്ന് അദ്ദേഹം സ്വന്തമായിട്ടൊരു റോക്കറ്റ് നിർമ്മാണ കമ്പനി നിർമ്മിക്കുകയും ചെയ്തു. ആ കമ്പനിയാണെന്ത് സ്പേസ് എക്സ്. പിന്നീട് അത് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഒരു റോക്കറ്റ് നിർമ്മാണ കമ്പനിയായി മാറുകയും ചെയ്തു. ഇലോൺ മസ്കിനെ പോലെ തന്നെ നമുക്കും ഫസ്റ്റ് പ്രിൻസിപ്പിൾ തിങ്കിങ് നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മൾ ഫേസ് ചെയ്യുന്ന ഓരോ പ്രോബ്ലത്തെയും ഫസ്റ്റ് പ്രിൻസിപ്പിൾ തിങ്കിങ് ഉപയോഗിച്ച് നമുക്ക് പുതിയ പെർസ്പെക്റ്റീവിൽ കാണാൻ സാധിക്കും. ഇനി ഫസ്റ്റ് പ്രിൻസിപ്പിൾ തിങ്കിങ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് അതിന് ഞാൻ നിങ്ങൾക്ക് മറ്റൊരു എക്സാമ്പിൾ കൂടി പറഞ്ഞുതരാം. നമ്മളെല്ലാവരും സാധാരണയായി ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് എന്ത്? കയ്യിൽ പൈസ ഇല്ല എന്നത്. ഈ കയ്യിൽ പൈസ ഇല്ല എന്ന ഈ ഒരു പ്രോബ്ലത്തെ അനാലജി ബേസ്ഡ് തിങ്കിങ് ഉപയോഗിച്ച് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്ന് ആദ്യം നോക്കാം. അനാലജി ബേസ്ഡ് തിങ്കിങ് എന്ന് വെച്ചാൽ കോമൺ ആയിട്ടുള്ള സൊല്യൂഷനെ കോപ്പി ചെയ്യുക. അപ്പോൾ കയ്യിൽ പൈസ ഇല്ല, അതിന്റെ കോമൺ സൊല്യൂഷൻ എന്താണ്? ജോലി ഇല്ലാത്തത് കൊണ്ടാണെന്ത് നമ്മുടെ കയ്യിൽ പൈസ ഇല്ലാത്തത്. അപ്പോൾ നമ്മളൊരു ജോലി കണ്ടുപിടിച്ചാൽ നമുക്ക് പൈസ ഏൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതാണെന്ത് അനാലജി ബേസ്ഡ് തിങ്കിങ് നമുക്ക് തരുന്ന സൊല്യൂഷൻ. അതായത് നിനക്ക് കയ്യിൽ പൈസ ഇല്ലാത്തതിൻ്റെ കാരണം നിനക്ക് ജോലി ഇല്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു ജോലി കണ്ടുപിടിക്കുക, അപ്പോൾ നിങ്ങൾക്ക് പൈസ ഏൺ ചെയ്യാൻ സാധിക്കും.
ഇനി ഇതേ പ്രോബ്ലത്തിനെ നമുക്ക് ഫസ്റ്റ് പ്രിൻസിപ്പിൾ തിങ്കിങ് ഉപയോഗിച്ച് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് പ്രിൻസിപ്പിൾ തിങ്കിങ്ങിൽ നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു പ്രോബ്ലത്തിന്റെ ബേസിക് ട്രൂത്ത് അല്ലെങ്കിൽ ഫസ്റ്റ് പ്രിൻസിപ്പിൾ മനസ്സിലാക്കിയതിന് ശേഷം ആ ട്രൂത്തിൽ നിന്ന് നമ്മളൊരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സൊല്യൂഷൻ ബിൽഡ് ചെയ്തെടുക്കുന്നു. ഇനി കയ്യിൽ പൈസ ഇല്ല എന്ന് പറയുന്ന ഒരു പ്രോബ്ലത്തിന്റെ ബേസിക് ട്രൂത്ത് നമുക്ക് മനസ്സിലാക്കാൻ നോക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ പൈസ വരണമെങ്കിൽ എനിക്കൊരു വ്യക്തി അല്ലെങ്കിൽ ഒരു സ്ഥാപനം എനിക്ക് പൈസ തരണം. അവരെന്തിനെനിക്ക് പൈസ തരണം? ഞാനൊരു വ്യക്തിക്ക് അല്ലെങ്കിൽ സ്ഥാപനത്തിന് എന്തെങ്കിലും തരത്തിലുള്ള വാല്യൂ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഇൻ റിട്ടേൺ എനിക്ക് അവരെന്ത് തരും? പൈസ തരും. ഓക്കെ, അപ്പോൾ എൻ്റെ കയ്യിൽ പൈസ ഇല്ല. അതിൻ്റെ റീസൺ എന്താണ്? ഞാൻ ഒരാൾക്കും അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിനും ഒരു തരത്തിലുമുള്ള വാല്യൂ പ്രൊവൈഡ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണെന്ത് എൻ്റെ കയ്യിൽ പൈസ ഇല്ലാത്തത്. അപ്പോൾ ഫസ്റ്റ് പ്രിൻസിപ്പിൾ തിങ്കിങ് നമുക്കൊരു സൊല്യൂഷൻ തരുന്നുണ്ട്. അതായത് എന്തുകൊണ്ടാണ് എൻ്റെ കയ്യിൽ പൈസ ഇല്ലാത്തത്? കാരണം ഞാൻ വാല്യൂ പ്രൊവൈഡ് ചെയ്യാത്തത് കൊണ്ടാണ് കയ്യിൽ പൈസ ഇല്ലാത്തത്. അപ്പോൾ എനിക്ക് എങ്ങനെ പൈസ ഏൺ ചെയ്യാൻ സാധിക്കും? മാക്സിമം ആൾക്കാർക്ക് എന്നാൽ പറ്റുന്ന തരത്തിലുള്ള വാല്യൂസ് പ്രൊവൈഡ് ചെയ്യുക. വാല്യൂസ് പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ എനിക്ക് ഇൻകം ഏൺ ചെയ്യാൻ സാധിക്കും. ഇത്തരത്തിലാണ് നമ്മൾ ഫസ്റ്റ് പ്രിൻസിപ്പിൾ തിങ്കിങ് യൂസ് ചെയ്ത് ഡെയിലി ലൈഫിലെ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത്. ഫസ്റ്റ് പ്രിൻസിപ്പിൾ തിങ്കിങ് യൂസ് ചെയ്ത് നമ്മൾ ഡെയിലി ലൈഫിൽ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നതിനായിട്ട് ഒരു 4 സിമ്പിൾ സ്റ്റെപ്സ് പറഞ്ഞുതരാം. അതിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രോബ്ലത്തിനെ ഐഡന്റിഫൈ ചെയ്യുക. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ ഫേസ് ചെയ്യുന്ന പ്രോബ്ലമാണ് ഈ യൂട്യൂബ് ചാനലിന് സബ്സ്ക്രൈബേഴ്സ് ഇല്ല എന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ടുള്ള പ്രോബ്ലത്തിനെ ഐഡന്റിഫൈ ചെയ്തു. അതായത് എനിക്ക് സബ്സ്ക്രൈബേഴ്സ് ഇല്ല, അതാണ് ഞാൻ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഒരു പ്രോബ്ലത്തിന്റെ ബേസിക് ട്രൂത്ത് അല്ലെങ്കിൽ ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഏതൊക്കെയാണെന്നുള്ളത് ലിസ്റ്റ് ചെയ്യുക. അതാണ് സെക്കൻഡ് പ്രോസസ്. അപ്പോൾ ഞാൻ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം എന്താണ്? സബ്സ്ക്രൈബേഴ്സ് ഇല്ല. അപ്പോൾ ഈ ഒരു പ്രോബ്ലം അല്ലെങ്കിൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് കിട്ടാൻ ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? അതിനു വേണ്ടി വരുന്ന കാര്യങ്ങളാണെന്ന് പറയുന്നത് ഇതിന്റെ ബേസിക് ട്രൂത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കാര്യത്തിനെ ഞാൻ എന്ത് ചെയ്യുന്നു? ലിസ്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ കൂടുതൽ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടണമെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഒരു ഹൈ ക്വാളിറ്റി കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഹൈ ക്വാളിറ്റി കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ എനിക്ക് എന്തൊക്കെ വേണ്ടി വരും? ഒരു നല്ലൊരു DSLR ക്യാമറ ഉണ്ടെങ്കിൽ എനിക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ സാധിക്കും? എൻ്റെ വീഡിയോ ക്യാപ്ചർ ചെയ്യാൻ സാധിക്കും. നല്ലൊരു ഹൈ ക്വാളിറ്റി മൈക്ക് ഉണ്ടെങ്കിൽ എൻ്റെ ഓഡിയോ നല്ല രീതിയിൽ എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ സാധിക്കും. അതുപോലെ നല്ല വീഡിയോ എഡിറ്റിംഗ് ടൂൾസ് ഉപയോഗിച്ച് വീഡിയോസ് നല്ല രീതിയിൽ എഡിറ്റ് ചെയ്താൽ കൂടുതൽ ഓഡിയൻസിനെ അട്രാക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ നല്ലൊരു സ്റ്റുഡിയോ സെറ്റപ്പും നല്ല ലൈറ്റ്നിങ്ങും ഉണ്ടെങ്കിൽ എനിക്ക് നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇതൊക്കെയാണ് എൻ്റെ വീഡിയോ കൂടുതൽ സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തിക്കാൻ വേണ്ട കാര്യങ്ങൾ എന്ന്. ഇതെല്ലാം ഓരോ അസംഷൻസ് ആണ്. ആ അസംഷൻസ് എല്ലാം ഞാൻ എന്ത് ചെയ്യുന്നു? ലിസ്റ്റ് ചെയ്യുന്നു. ഇനി ലിസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കുകയാണ്. സ്റ്റെപ്പ് നമ്പർ 3. സ്റ്റെപ്പ് നമ്പർ 3 ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ്. സ്റ്റെപ്പ് നമ്പർ 3യിൽ നമ്മൾ സ്റ്റെപ്പ് നമ്പർ 2ൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ അസംഷൻസിനെയും അല്ലെങ്കിൽ എല്ലാ ഫസ്റ്റ് പ്രിൻസിപ്പിൾസിനെയും ക്വസ്റ്റ്യൻ ചെയ്യുക. ഓക്കെ, ക്വസ്റ്റ്യൻ ചെയ്ത് അത് ശരിയാണോ തെറ്റാണോ എന്ന കാര്യം നമ്മൾ സ്വയം അനലൈസ് ചെയ്ത് കണ്ടുപിടിക്കുക. എൻ്റെ അസംഷൻ ലിസ്റ്റിൽ ആദ്യത്തെ അസംഷൻ ആയിരുന്നു ഒരു DSLR ക്യാമറ വേണം. അത് ശരിക്കും ആവശ്യമുള്ളൊരു കാര്യമാണോ? ഒരിക്കലുമല്ല. കാരണം മൊബൈൽ ക്യാമറയിൽ തന്നെ ഷൂട്ട് ചെയ്തിട്ട് ധാരാളം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട്. അതുകൊണ്ട് ഒരു DSLR ക്യാമറ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടാനായിട്ട് ആവശ്യമുള്ള കാര്യമൊന്നുമല്ല. പിന്നെ എനിക്ക് വളരെ വില കൂടിയ മൈക്കിൻ്റെ ആവശ്യമൊന്നുമില്ല. അത്യാവശ്യം ക്വാളിറ്റിയിൽ സൗണ്ട് റെക്കോർഡ് ചെയ്യാനുള്ള ഒരു മൈക്കിൻ്റെ ആവശ്യം മാത്രമേ വരുന്നുള്ളൂ. അതുപോലെ തന്നെ വളരെ പെയ്ഡ് ആയിട്ടുള്ള വീഡിയോ എഡിറ്റിംഗ് ടൂൾസിൻ്റെ ആവശ്യമൊന്നുമില്ല. ഒരു ബേസിക് എഡിറ്റിംഗ് ടൂൾസ്, ബേസിക് വീഡിയോ എഡിറ്റിംഗ് ടൂൾസ് ഉപയോഗിച്ച് നമുക്ക് വേണ്ട രീതിയിൽ എന്ത് ചെയ്യാൻ സാധിക്കും? വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം ഓരോ അസംഷൻസും ഞാൻ എന്ത് ചെയ്യുകയാണ്? ചാലഞ്ച് ചെയ്യുകയാണ്. ചാലഞ്ച് ചെയ്ത് അതിൻ്റെ ബേസിക് ട്രൂത്ത് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. ഇനി പ്രോപ്പറായിട്ടുള്ള ലൈറ്റ്നിങ്ങും യൂട്യൂബ് സ്റ്റുഡിയോയും ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അതിൻ്റെയും ആവശ്യമില്ല. കാരണം ഒട്ടുമിക്ക മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബേഴ്സും അവർ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ആയതിനു ശേഷമാണ് പ്രോപ്പറായിട്ടുള്ള ലൈറ്റ്നിങ്ങും സ്റ്റുഡിയോസും എല്ലാം യൂസ് ചെയ്ത് തുടങ്ങിയത്. അതിനു മുമ്പ് അവർ സാധാരണ രീതിയിലാണ് മിക്ക യൂട്യൂബേഴ്സും വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതും ആവശ്യമുള്ള ഒരു കാര്യമല്ല. ഇങ്ങനെ ഞാൻ ഓരോ അസംഷൻസിനെയും ചാലഞ്ച് ചെയ്യുന്നു. 4ാമത്തെ സ്റ്റെപ്പ് എന്തെന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കിയ ബേസിക് ട്രൂത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു പുതിയ സൊല്യൂഷൻ ബിൽഡ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ബേസിക് ട്രൂത്തിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടാനായി ഞാൻ ചെയ്യേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ എൻ്റെ മൊബൈൽ ക്യാമറ ഉപയോഗിച്ച് ഈ ഒരു റൂം ലൈറ്റിങ്ങിൽ ഞാൻ പാഷനേറ്റ് ആയിട്ടുള്ള വിഷയത്തെ പറ്റി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ധാരാളം വീഡിയോസ് തയ്യാറാക്കുക, അപ്ലോഡ് ചെയ്യുക. അത്ര മാത്രമേ ഞാൻ ചെയ്യേണ്ടതായിട്ടുള്ളൂ. ഫസ്റ്റ് പ്രിൻസിപ്പിൾ തിങ്കിങ് നമ്മളെ എന്താണ് പഠിപ്പിക്കുന്നത് എന്നത് ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ ഡോണ്ട് കോപ്പി, അണ്ടർസ്റ്റാൻഡ് ആൻഡ് ദെൻ ക്രിയേറ്റ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.